നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ EVSലെ വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ കുറവായിരിക്കും, ബി കൂടുതലായിരിക്കും, സി തുല്യമായിരിക്കും, ഡി ഇവയൊന്നുമല്ല. ഏതായിരിക്കും ആൻസർ? അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് പഠിക്കണം? എന്താണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയോൺസി എന്താന്ന് അറിയണം, അല്ലെ? എന്തായിരിക്കും ബോയോൺസി? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു ദ്രവത്തില് ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്ലവക്ഷമ ബലം അഥവാ ബോയാൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ്രാവകങ്ങൾ മാത്രമല്ല വാതകങ്ങളിലും ഈ ബലം പ്രയോഗിക്കുന്നുണ്ട്. ദ്രാവകത്തിൽ മാത്രമല്ല വാതകങ്ങളിലും എന്തുണ്ട്? ഇങ്ങനെ ഒരു ബലമുണ്ട്. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും പൊതുവെ ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ് പറഞ്ഞത്? വാതകങ്ങളെയും ദ്രാവകങ്ങളെയും പൊതുവായിട്ട് എന്ത് വിളിക്കുന്നു? ദ്രവങ്ങൾ എന്ന് പറയുന്നു. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ബലമുണ്ട്. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ബലമുണ്ട്. ഒന്നാമത്തെ ബലം ഏതാണ്? വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം. രണ്ടാമത്തെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. അപ്പൊ പ്ലവക്ഷമ ബലം എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? ഭാരമാണ്. മുകളിലേക്ക് ഏതാണ്? പ്ലവക്ഷമ ബലമാണ്. താഴേക്ക് എന്താണ്? ഭാരമാണ്. ഇനി 1000 ഗ്രാം വാട്ട് എന്ന് പറഞ്ഞ 1 കിലോഗ്രാം വാട്ടാണ്. 1000 ഗ്രാം വാട്ട് എന്ന് പറഞ്ഞ എത്ര കിലോ വാട്ടാണ്? 1 കിലോഗ്രാം വാട്ടാണ്. 1 കിലോഗ്രാം വാട്ട് എന്ന് പറഞ്ഞ 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം വാട്ട് എന്ന് പറഞ്ഞ എന്താണ്? 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് പ്ലവക്ഷമ ബലം കണക്കാക്കാനായിട്ട് സാധിക്കും? ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എങ്ങനെ കണക്കാക്കാനായിട്ട് സാധിക്കും? എങ്ങനെ പറ്റും? അതായത് ആ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി. എങ്ങനെയാണ്? ആ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ നിത്യജീവിതത്തില് ഈ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ നിത്യജീവിതത്തില് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പൊങ്ങുന്നു, അല്ലെ? ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പൊങ്ങുന്നു. പിന്നെയോ വിമാനം ഉയർന്നു പറക്കുന്നു, പാരച്യൂട്ടിൽ പറക്കുന്നത്, കപ്പല്, ബോട്ട്, വള്ളം. പിന്നെയോ അതെല്ലാം എന്ത് ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു, അല്ലെ? പിന്നെയോ ജലത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. ജലത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഡെൻസിറ്റി, വോളിയം ആയിരിക്കും, അല്ലെ? ദ്രാവകത്തിന്റെ സാന്ദ്രത, പിന്നെയോ വസ്തുവിന്റെ വ്യാപ്തം. ദ്രാവകത്തിന്റെ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തമാണ്. അങ്ങനെയെങ്കിൽ ദ്രാവകത്തിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്തോറും പ്ലവക്ഷമ ബലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. സാന്ദ്രത കൂടുമ്പോൾ ബോയാൻസി കൂടും. സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്തോറും എന്ത് ചെയ്യുന്നു? പ്ലവക്ഷമ ബലം കൂടുന്നു. ഇനി എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കപ്പല് കടലിലൂടെ പോയിട്ട് ശുദ്ധജല തടാകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അല്പം താഴ്ന്നു പോകാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കടലിലൂടെ പോകുന്ന കടൽ വെള്ളത്തിലൂടെ പോകുന്ന നമ്മുടെ കപ്പല് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുമ്പോൾ അല്പം ഒന്ന് താഴും? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക? അതായത് കടലിലെ ജലത്തേക്കാൾ ശുദ്ധജലത്തിന്റെ സാന്ദ്രത കുറവായതിനാൽ എന്താണ്? പ്ലവക്ഷമ ബലം കുറയും. അപ്പൊ പ്ലവക്ഷമ ബലം കുറയാൻ കാരണം എന്താണ്? സാന്ദ്രത കുറയുന്നത്. കടൽ വെള്ളത്തിന് കടൽ ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ് എന്തിന്? ശുദ്ധജലത്തിലെ തടാകത്തിലെ വെള്ളത്തിന്, ശുദ്ധജലത്തിന്. അതുകൊണ്ട് എന്തായിരിക്കും? സാന്ദ്രത കുറവായതുകൊണ്ട്, ഡെൻസിറ്റി കുറഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു? പ്ലവക്ഷമ ബലവും കുറഞ്ഞു. ഓക്കെ, ഇനി ഏതിനായിരിക്കും ഡെൻസിറ്റി കൂടുതലായിട്ടുള്ളത്? ഏത് ദ്രാവകത്തിനായിരിക്കും സാന്ദ്രത കൂടുതൽ? ജലത്തിലാണോ, മണ്ണെണ്ണയ്ക്കാണോ, ഉപ്പുവെള്ളത്തിനാണോ? ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഏതിനായിരിക്കും? ഉപ്പുവെള്ളത്തിനാണ്. 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. മണ്ണെണ്ണയ്ക്കാണ് ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതലുള്ളത് ഉപ്പുവെള്ളത്തിന്, ഏറ്റവും കുറവ് മണ്ണെണ്ണയ്ക്ക്. അപ്പൊ ജലത്തിന് എത്രയായിരിക്കും സാന്ദ്രത? 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പം ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000, ഉപ്പുവെള്ളത്തിന്റെ 1025, മണ്ണെണ്ണയുടെ 810. ഓക്കെ, അപ്പൊ നമ്മൾ ദ്രാവകത്തിന്റെ ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞു അല്ലെ? ദ്രാവകത്തിന്റെ സാന്ദ്രത പറഞ്ഞു. ഇനി അടുത്ത് എന്താ പറയണ്ടേ? വസ്തുവിന്റെ വ്യാപ്തം പറയണം അല്ലെ? വോളിയം ഓഫ് ലിക്വിഡ് പറയണം. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം സാന്ദ്രതയായിരുന്നു, അത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഘടകമാണ് വ്യാപ്തം, വസ്തുവിന്റെ വ്യാപ്തം. ഒരു ദ്രാവകത്തിൽ തുല്യ ഭാരമുള്ള വസ്തുക്കൾക്കെല്ലാം ഒരേ പ്ലവക്ഷമ ബലമല്ല അനുഭവപ്പെടുന്നത്. വസ്തുവിന്റെ വ്യാപ്തം കൂടുന്തോറും പ്ലവക്ഷമ ബലം കൂടുന്നു. വ്യാപ്തം കൂടുന്തോറും, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ബയോൺസി എന്ത് ചെയ്യും? കൂടുന്നു. പ്ലവക്ഷമ ബലം കൂടുന്നു. ഡെൻസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിച്ചത്? പ്ലവക്ഷമ ബലം കൂടുന്നു. വോളിയം കൂടുമ്പോൾ എന്താണ്? പ്ലവക്ഷമ ബലം കൂടുന്നു. അപ്പം ഡെൻസിറ്റിയും അതുപോലെ തന്നെ വോളിയവും ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണ്? ദ്രവബലം പ്ലവക്ഷമ ബലമാണ്. നമ്മൾ പറഞ്ഞില്ലേ, നിത്യജീവിതത്തിലെ സന്ദർഭങ്ങളിൽ പറഞ്ഞല്ലേ, കപ്പലും വഞ്ചിയൊക്കെ ബോട്ടൊക്കെ പൊങ്ങി കിടക്കാൻ കാരണം ഏതാണ്? പ്ലവക്ഷമ ബലമാണ്. അപ്പൊ എന്തായിരിക്കും? കപ്പല് ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലം ദ്രവത്തിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ഭാരത്തേക്കാൾ കൂടുതലായാൽ വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കും. പ്ലവക്ഷമ ബലം ദ്രവത്തിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ഭാരത്തേക്കാൾ കൂടുതലായുണ്ടെങ്കിൽ എന്തായിരിക്കും? വസ്തു ദ്രാവകത്തിൽ എങ്ങനെയായിരിക്കും? പൊങ്ങിക്കിടക്കും. അപ്പൊ പ്ലവക്ഷമ ബലം ദ്രവത്തിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ഭാരത്തേക്കാൾ കുറവായാൽ എന്ത് സംഭവിക്കും? വസ്തു ദ്രവത്തില് താഴ്ന്നു പോകും. എങ്ങനെയാണ്? പ്ലവക്ഷമ ബലം കൂടിക്കഴിഞ്ഞാൽ വസ്തു പൊങ്ങിക്കിടക്കും, പ്ലവക്ഷമ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ വസ്തു താഴേക്ക് പോകും. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പ്ലവന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തില് പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിനും തുല്യമായിരിക്കും. അപ്പൊ ഭാരവും തുല്യമായിരിക്കും, വ്യാപ്തവും തുല്യമായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? പ്ലവന തത്വം എന്ന് പറയുന്നത്. എന്താണ് പ്ലവന തത്വം? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും എങ്ങനെയാണ്? തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിനും എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ്?
തുല്യമായിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആർക്കിമിഡിസ് പ്രിൻസിപ്പിളും കൂടി പറയാം. എന്താണ് ആർക്കിമിഡിസ് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് എന്ത്? ആർക്കിമിഡിസ് തത്വം, ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. എന്താണ്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് എന്ത്? ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ അഥവാ ആർക്കിമിഡിസ് തത്വം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 8.1, 0.81, 0.0081, 0.081. ഏതായിരിക്കും ആൻസർ? അപ്പൊ എന്തായിരിക്കും ഈ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ഏത്? ആപേക്ഷിക സാന്ദ്രത. എന്താണ്? വസ്തുവിന്റെ സാന്ദ്രതയെയും ജലത്തിന്റെ സാന്ദ്രതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരിക്കും? വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത. ഇവിടെ വസ്തു ഏതാണ്? നമ്മുടെ മണ്ണെണ്ണയാണ് അല്ലെ. അപ്പൊ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എത്രയാണ്? 810. എത്രയാണ്? 810. ജലത്തിന്റെ സാന്ദ്രതയും പഠിച്ചു. ജലത്തിന്റെ എത്രയാണ്? 1000 അപ്പൊ 810 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു എത്ര കിട്ടും? 0.810 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതായിരിക്കും? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? ആൻസർ ബി ആണ്, 0.81. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആപേക്ഷിക സാന്ദ്രത ഒരു അനുപാത സംഖ്യ ആയതിനാൽ ഇതിന് യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രത ഒരു അനുപാത സംഖ്യ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഒന്നുമില്ല. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനമാണ് 1. ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം ഏതാണ്? അല്ലെങ്കിൽ നമ്പർ ഏതാണ്? 1 ആയിരിക്കും. അങ്ങനെയെങ്കിൽ പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൽ ജലം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണമാണ് ഏത്? ലാക്ടോമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്തു മൂലമാണെന്ന്? ഓപ്ഷൻസ്: എ ഗുരുത്വാകർഷണം, ബി ഘർഷണ ബലം, സി അപവർത്തനം, ഡി കേശികത്വം. ഇതായിരിക്കും ആൻസർ. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് ആൻസർ ഡി ആണല്ലേ, കേശികത്വം അഥവാ കാപ്പിലാരിറ്റി. അപ്പൊ എന്തായിരിക്കും ഈ കേശികത്വം അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലുകളുടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കേശികത്വം എന്ന് പറയാം. എന്താണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചെറിയ കുഴലുകളിലൂടെയോ ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? കേശികത്വം എന്ന് പറയാം. അങ്ങനെ മുകളിലേക്ക് ഉയരുന്നതിന് എന്ത് പറയാം? കേശിക ഉയർച്ച എന്നും താഴേക്ക് വരുന്നതിന് എന്ന് വിളിക്കാം? കേശിക താഴ്ച എന്നും പറയാം. കേശികത്വ സ്വഭാവത്തിന് കാരണമായ 2 ബലമുണ്ട്. 2 അല്ല 3 ബലമുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? പ്രതല ബലം, അഡിഷൻ, കൊഹിഷൻ. കേശികത്വ സ്വഭാവത്തിന് കാരണമായ 3 ബലങ്ങളാണ് ഏതൊക്കെ? പ്രതല ബലം സർഫസ് ടെൻഷൻ, അഡിഷൻ, കൊഹിഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഒരു കുഴലില് ദ്രാവകം താഴ്ന്നു പോകുന്ന ഏതാണ്? കേശിക താഴ്ച. മുകളിലേക്ക് പോകുന്ന ഏതാണ്? കേശിക ഉയർച്ചയാണ്. അപ്പൊ കേശിക താഴ്ചക്ക് കാരണം ഏത് ബലമായിരിക്കും? കൊഹിഷൻ ബലമായിരിക്കും അല്ലെ. കൊഹിഷൻ ബലം അഡിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച കാണിക്കും. കേശിക ഉയർച്ച കാണിക്കുന്ന ഒരു ദ്രാവകമാണ് ഏത്? ജലം.
കേശിക ഉയർച്ച കാണിക്കുന്ന ഒരു ദ്രാവകം ഏതാണ്? ജലമാണ്. കേശിക കുഴലിന്റെ വ്യാസം കുറയുന്തോറും കേശിക ഉയർച്ച കൂടുന്നു. കേശിക കുഴലിന്റെ വ്യാസം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡയമീറ്റർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കേശിക ഉയർച്ച കൂടുന്നു. ജലാംശം നിലനിർത്താൻ വേനൽക്കാലത്തിന് മുമ്പ് നിലം ഉഴുന്നത് കേശിക ഉയർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കേശിക തത്വത്തിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ഒന്ന്, നമ്മുടെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന വിളക്ക് കത്തുന്നത്. പിന്നെയോ വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത്. ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത്. മഴക്കാലത്ത് ചുവരുകളിൽ നനവ് പടരുന്നത്. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടൈൻ പെൻ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് കേശികത്തിന് ഉദാഹരണങ്ങൾ? വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്. വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത്. ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത്. മഴക്കാലത്ത് ചുവരുകളിൽ നനവ് പടരുന്നത്. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്. ഫൗണ്ടൈൻ പെൻ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ കൊഹിഷൻ ബലം അഡിഷൻ ബലം കൂടി എന്താണെന്നൊന്ന് പറഞ്ഞേ. കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. കൊഹസീവ് ഫോഴ്സ്, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ളത് കൊഹസീവ് ഫോഴ്സ് അഥവാ കൊഹിഷൻ ബലം. അപ്പൊ അഡിഷൻ ബലം എന്തായിരിക്കും? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഏത്? അഡിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡിഷൻ ബലം എന്ന് പറയുന്നത്. ഇനി കൊഹിഷൻ ബലത്തിന് ഉദാഹരണം ഏതൊക്കെയായിരിക്കാം? തന്മാത്രകൾക്ക് പരസ്പരമുള്ള ബലം. ജലതന്മാത്രകൾക്ക് എന്താണ്? പരസ്പരമുള്ള ബലം. പിന്നെയോ ഗ്ലാസ്സിലെ തന്മാത്രകൾക്ക് പരസ്പരമുള്ള ബലം. രസത്തിലെ തന്മാത്രകൾക്കിടയിലുള്ള ബലം. ഇതെല്ലാം എന്താണ്? കൊഹിഷൻ ബലമാണ്. ഇനി അഡിഷൻ ബലമാണെങ്കിലോ? ഗ്ലാസ്സിൽ ജലം പറ്റിപ്പിടിക്കുന്നു. ഗ്ലാസ്സിലെ തന്മാത്രയും ജലത്തിലെ തന്മാത്രയും തമ്മിലുള്ള ആകർഷണ ബലം. ഈർക്കിൾ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായിട്ട് കാണുന്നു. അതെന്തിനുള്ള ഉദാഹരണമാണ്? അഡിഷൻ ബലത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡിലെ തന്മാത്രയും ചോക്കിലെ തന്മാത്രയും തമ്മിലുള്ള ആകർഷണം കാരണം ചോക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ബ്ലാക്ക് ബോർഡിൽ എഴുതാനായിട്ട് സാധിക്കുന്നു. ഇനി വേറൊരു ഉദാഹരണം ഏതാണ്? കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്ക് നനയ്ക്കുന്നത്. അതുപോലെ തന്നെ തുണി നനയുന്നതിന് കാരണം തുണിയിലെ തന്മാത്രയും ജലതന്മാത്രയും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പൊ അഡിഷൻ ബലം കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കേശിക ഉയർച്ച ഉണ്ടാവും. കൊഹിഷൻ ബലം കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? കേശിക താഴ്ചയാണ് സംഭവിക്കുക. ഇതിൽ നമ്മൾ ഒരു ഫോഴ്സും കൂടി പറഞ്ഞു അല്ലെ? ഏതാണ്? പ്രതലബലം. എന്തായിരിക്കും ഇപ്പൊ പ്രതലബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രതലബലം എന്ന് പറയുന്നത്. ഈ എട്ടുകാലി അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ജലത്തിന്റെ മുകളിലൂടെ പോവാൻ കാരണം എന്താണ്? പ്രതലബലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പ്രതലബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ കാരണമായ ആ ബലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രതലബലം എന്ന് പറയാം. പ്രാണികള് ജല ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? പ്രതലബലത്തിനുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കിടക്കുന്നതും എന്തുകൊണ്ടാണ്? ഈ പ്രതലബലം ഉള്ളതാണ്. ദ്രാവക തുള്ളികൾക്ക് ഗോളാകൃതി ഉണ്ടാകാൻ കാരണം കൊഹിഷൻ മൂലമുള്ള പ്രതലബലമാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദ്രാവക തുള്ളികൾക്ക് ഗോളാകൃതി ഉണ്ടാകാൻ കാരണം കൊഹിഷൻ മൂലമുള്ള പ്രതലബലമാണ്. ദ്രാവക തുള്ളികൾക്ക് ഗോളാകൃതി ഉണ്ടാകാൻ കാരണം കൊഹിഷൻ മൂലമുള്ള പ്രതലബലമാണ്. ഓക്കെ. ഇനി ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജലം ചൂടാക്കിയാൽ മതി. പിന്നെയോ ജലത്തിൽ സോപ്പ് ലേപ്പിച്ചാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? പ്രതലബലം കുറയ്ക്കാനായിട്ട് പറ്റും. ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിൽ സോപ്പ് ലേപ്പിക്കുക, പിന്നെയോ ജലം ചൂടാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല?
ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്ത് ആവശ്യമില്ല? ഓപ്ഷൻസ് എ അസന്തുലിത ബാഹ്യബലം, ബി സന്തുലിത ബാഹ്യബലം, സി അസന്തുലിത ആന്തരിക ബലം, ഡി സന്തുലിത ആന്തരിക ബലം. ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ എ ആണ്, അസന്തുലിത ബാഹ്യ ബലം. അപ്പൊ എന്തായിരിക്കും ഈ ചലന നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? നമ്മുടെ ഐസക് ന്യൂട്ടൻ ആണ് അല്ലെ. എന്താണ് ചലന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. ഒരു ബോള് ഉരുട്ടി വിടാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒന്നിന് കൈ കൊണ്ട് തടഞ്ഞു നിർത്താം. അപ്പൊ അവിടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ നിൽക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു ഡെസ്ക് നമ്മളവിടെ വെച്ചേക്കാണ്, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ? അത് അവിടെ നിന്ന് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ, ഒരു ബലം കൊടുക്കുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നു. ഓക്കെ, നിശ്ചലാവസ്ഥയിലും നേർരേഖയിലെ സമചലനത്തിലും വസ്തുവിന്റെ ത്വരണം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർത്തിരിക്കുക, നിശ്ചലാവസ്ഥയിലും നേർരേഖയിലെ സമചലനത്തിലും വസ്തുവിന്റെ ത്വരണം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബലം, ബാഹ്യബലം, ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 ആണെങ്കിൽ ആ വസ്തുവിന്റെ ത്വരണവും എന്തായിരിക്കും? 0 ആയിരിക്കും. സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ത്വരണം ഉണ്ടാകുകയുള്ളൂ. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 ആണെങ്കിൽ ആ വസ്തുവിന്റെ ത്വരണം എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ത്വരണം ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്തായിരിക്കും? നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അസന്തുലിത ബാഹ്യബലം, സന്തുലിത ബാഹ്യബലം. സന്തുലിത ആന്തരിക ബലം കേട്ടോ. ഏതാണ്? നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അസന്തുലിത ബാഹ്യബലം, സന്തുലിത ആന്തരിക ബലം. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണല്ലേ, ചലന ജഡത്വം. അങ്ങനെയെങ്കിൽ ഇനി ജഡത്വം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നമ്മൾ എന്ന് വിളിക്കുന്നു? ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നു. ഇനി മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് എന്ത് കൂടുതലായിരിക്കും? ജഡത്വം കൂടുതലായിരിക്കും. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഇനി ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് ഏത്? ചലന ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് ഏത്? ചലന ജഡത്വം. ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ചലന ജഡത്വത്തിന്? സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? ഫാൻ കുറച്ചു നേരം കൂടി കറങ്ങും അല്ലെ. ഫാൻ നമ്മൾ ഓഫ് ചെയ്താലും കുറച്ചു നേരം കൂടി കറങ്ങും. അതുപോലെ തന്നെ ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നത്. ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത്. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? ചലന ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണെന്ന്? ഓപ്ഷൻ എ 1/3, ബി 1/4, സി 1/8, ഡി 1/6. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, 1/6.
എന്താണ് മാസ് അഥവാ പിണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതായിരിക്കും? കിലോഗ്രാം. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിന്റെ ഭാരം. എന്താണ് പറഞ്ഞത്? ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വസ്തുവിന്റെ ഭാരം എന്ന് പറയാം. ഭാരത്തിന്റെ SI യൂണിറ്റ് ഏതായിരിക്കാം? ന്യൂട്ടനും കിലോഗ്രാം വെയിറ്റും ആയിരിക്കും. ഭാരത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനും കിലോഗ്രാം വെയിറ്റും ആണ്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൻ ആണ്. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സാധാരണ ത്രാസ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതായിരിക്കും? ഒക്കെ സ്പ്രിംഗ് ത്രാസ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്രിംഗ് ത്രാസ്. ഇനി 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലം ഏതാണ്? 1 കിലോഗ്രാം ഭാരം ആണ്. എന്താണ്? 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണത്തിന് തുല്യമായ ബലമാണ് എന്ത്? 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? 9.8 ന്യൂട്ടൺ ആണ്. 9.8 ന്യൂട്ടൺ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതായിരിക്കും? ഹുക്സ് നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? ഹുക്സ് നിയമമാണ്. ഭൂമിയുടെ ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ് ഒരു വസ്തുവിന്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ധ്രുവങ്ങളിൽ. ഭൂമിയുടെ ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണ് ഒരു വസ്തുവിന്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളില്. ഇനി ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചാൽ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രത്തില് ഒരു വസ്തു വെച്ചാൽ ആ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു വസ്തുവിന് ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നത് എന്താണ്? നിർബാധ പതനം അഥവാ ഫ്രീ ഫോൾ എന്ന് പറയുന്നു. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫ്രീ ഫോൾ അഥവാ നിർബാധ പതനം എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.